ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ നമ്മളുടെ കൈകൾക്കും അല്ലെങ്കിൽ കാലുകൾക്ക് ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾക്ക് നമ്മൾക്ക് പെയിൻ അനുഭവപ്പെടുമ്പോൾ, മസിൽ പിടുത്തം അങ്ങനെയുള്ള ചെറിയ പെയിനുകളൊക്കെ അനുഭവപ്പെടുമ്പോൾ നമ്മളുടെ ശരീരങ്ങൾക്ക് ഉടനെ ചെയ്യാവുന്ന 2-3 എക്സസൈസുകൾ അതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇടുന്നത്. അതായത് നമുക്ക് നടന്നു പോകുന്ന വഴി നമ്മളുടെ കാലുകളുടെ വിരലുകൾ ചിലപ്പോൾ ചിലർക്ക് കോച്ചി ഇങ്ങനെ പിടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ട എക്സസൈസ് ആദ്യം നമുക്ക് കാല് തൊട്ട് തുടങ്ങാം. അപ്പൊ കാലുകൾക്കുണ്ടാകുന്ന കാലിന്റെ വിരലുകൾക്കുണ്ടാകുന്ന ഈ കൊളുത്തിപ്പിടുത്തം പോലെ ഇങ്ങനെ വന്ന് ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ വല്ല കുഴിയിലോ എവിടെയെങ്കിലുമൊക്കെ ചാടി നടക്കുന്ന വഴിക്ക് ഇങ്ങനെ കാലിടിഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ തട്ടാറുണ്ട് വിരലുകൾ. അപ്പൊ നമ്മൾ ആ വിരലുകൾക്ക് ഏത് രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് നമ്മൾ അവിടെ അപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ്, നമ്മളുടെ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കാലുകൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് നൽകാം. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ നമ്മൾ ജോഗിങ് ചെയ്യുക. നമ്മളുടെ ശരീരത്തിനെ കംപ്ലീറ്റ് റിലാക്സേഷൻ ആയിട്ട് ജോഗിങ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് കാലുകളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്കിൽ പോലും നമ്മളുടെ ശരീരത്തിന് രണ്ടാമത്തെ ഒരു എക്സസൈസ്, നമ്മൾ കഴിഞ്ഞ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് 1-2 എക്സസൈസിലേക്ക് പോവാം. നമുക്ക് ഇത് തന്നെ ചെയ്യാം. ആദ്യമേ ഈ എക്സസൈസ് നല്ല ഒരു എക്സസൈസ് ആണ്. ഇത് എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കൈകൾ രണ്ടും ഇങ്ങനെ പിടിച്ച് കാലിനെ അമർത്തുക. ഇങ്ങനെ അമർത്തി ചവിട്ടിക്കൊണ്ട് 2 സൈഡിലേക്ക് വെക്കുക. കൈ ഇങ്ങനെ വെക്കുക. ഈ കാലും അതേപോലെ സൈഡിലേക്ക്. ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത് ഇനി നമ്മളെ മെല്ലെ ജമ്പ് ചെയ്തിട്ട് നമ്മുടെ 2 കാലിനെയും 2 സൈഡിലേക്ക് ആക്കുക. ഒപ്പം കൈയും. ഇനി 2 കാലും കൈയും അടുപ്പിക്കുക. കണ്ടോ? ഇതാണ് ഈ എക്സസൈസ്. ഇത് നമ്മൾ ഇച്ചിരി സ്പീഡിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് സ്പീഡിൽ ചെയ്യാം. പിന്നെ നമ്മുടെ കൈ ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കുക. ഇത് സിമ്പിളാണ്. ഈ എക്സസൈസ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു എനർജി ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു വ്യായാമം കിട്ടുകയും ചെയ്യുന്നു. ഇത് കിട്ടുകയും ചെയ്തതിന് ശേഷം നമുക്ക് റിലാക്സേഷനിലേക്ക് പോകാവുന്നതാണ്. കണ്ടോ? ഇങ്ങനെ ചെറിയ റിലാക്സേഷൻ. അപ്പൊ നമ്മുടെ കാല് തൊട്ട് നമ്മുടെ തല വരെയുള്ള ഭാഗങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ലഭിച്ചു. ഇനി നമ്മൾ ഈ കാലിന്റെ വിരലുകൾക്ക് ചെയ്യുന്ന എക്സസൈസിലേക്ക് നമുക്കൊരു മാറ്റിലേക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ മാറ്റിലേക്ക് ഇരുന്നതിന് ശേഷം നമ്മളുടെ കാലുകൾക്ക് ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മളുടെ കാലുകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള കോച്ചിപ്പിടുത്തം, ഈ വിരലുകൾ ഇങ്ങനെ ചിലർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം അപ്പൊ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ കാലിങ്ങനെ വെച്ചിട്ട് കാലിന് ഈ സൈഡിലെ കാല് കൊണ്ട് ഇപ്പുറത്തെ സൈഡിലെ കാലാണ് നമുക്ക് ഞരമ്പുകൾക്ക് വലിവ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിനെ കൊണ്ട് ഇങ്ങനെ അമർത്തി ചവിട്ടി തടയുക. ഉണ്ടോ? ഈ കാലുകൊണ്ട് ഇപ്പുറത്തെ കാലിനെ നമ്മൾ അമർത്തി ചവിട്ടി തടയുക. ഒപ്പം നമ്മൾ നിലത്തെ മറ്റേ കാലിന്റെ ഉപ്പ് കുറ്റി, ഏത് കാലാണോ നമുക്ക് വിരലുകൾ കോച്ചി പിടിച്ചത്, ആ കാല് അടുത്ത കാലിന്റെ ഉപ്പ് കുറ്റി കൊണ്ട് ബലമായിട്ട് ചവിട്ടി പിടിക്കുക. ഉണ്ടല്ലോ? ഇങ്ങനെ ചവിട്ടി പിടിക്കുക. അതിനുശേഷം നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നടന്നു പോകുന്ന വഴി തന്നെ ഇങ്ങനെ കോച്ചിപ്പിടുത്തം ഉണ്ടായാൽ ഈ കാലിന് നമുക്ക് ഈ മസിൽ പിടുത്തം, അല്ലെങ്കിൽ ഇതൊരു മസിൽ പിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വരുന്നത്, ഈ വിരലുകൾ ഇങ്ങനെ കൊച്ചിപ്പിടിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ അങ്ങനെ നിർത്തുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഇരുന്നതിന് ശേഷം ഈ കാലിനെ ഇങ്ങനെ കൈകൾ രണ്ടും പുറകിലേക്ക് വെച്ചിട്ട് കാല് നീട്ടി പിടിച്ചിട്ട് ഈ കാലിനെ ഇങ്ങനെ വിരലിങ്ങനെ അമർത്തുക. ഈ കാലിന്റെ എല്ലാ വിരലുകളും താഴോട്ട് മെല്ലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഉണ്ടല്ലോ? ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഒപ്പം കാലിനെ ഇങ്ങോട്ടും അതേപോലെ ഇങ്ങനെ മലർത്തുകയും ചെയ്യുക. വീണ്ടും കാലിന്റെ വിരലിനെ ഇങ്ങനെ അമർത്തുക, വീണ്ടും ഇങ്ങനെ മലർത്തുക, ഇങ്ങനെ അമർത്തുക, വീണ്ടും മലർത്തുക. അതിനുശേഷം നമ്മൾ കൈ വിട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ തന്നെ കാലിന്റെ വിരലുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കുകയും പൊക്കുകയും മടക്കുകയും പൊക്കുകയും ചെയ്യുക. അതിനുശേഷം കാലുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുക. ഇങ്ങനെ. അതിനുശേഷം കാലിനെ ഇങ്ങനെ കുത്തി
ഇവിടുത്തെ വിരലുകളെ ഇങ്ങനെ ശരിക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് കാലിങ്ങനെ റിലാക്സേഷൻ കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ മസിലുകളെ ഇങ്ങനെ ഇളക്കുക. അതിനുശേഷം വീണ്ടും നമ്മളുടെ ഈ വിരലുകളെ അമർത്തി ചവിട്ടുക. ഇത് ഒരു 5-6 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഈ കാലുകളുടെ ഞരമ്പുകൾ വലിച്ചിൽ ഉടനെ നമുക്ക് മാറും, വലിച്ചിലിനെ മാറ്റി കിട്ടും. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഇതിനെ ഇങ്ങനെ തടകുക. അപ്പൊ കാലുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന കോച്ചിപ്പിടുത്തം, കാലിന്റെ വിരലുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന കോച്ചിപ്പിടുത്തത്തിന് കൊടുക്കാവുന്ന എക്സസൈസ് ആണ് ഈ ടോ ബെൻഡിങ്. ഇതിന്റെ പേര് ടോ ബെൻഡിങ്. ടോയെ ബെൻഡ് ചെയ്യിക്കുക. അപ്പൊ നമ്മളുടെ 2 കൈ ഉപയോഗിച്ച് കാലിനെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. വലത് കാലാണ് നമ്മളുടെ വലത് കാലിന്റെ വിരലുകൾക്കാണ് കോച്ചിൽ വന്നതെങ്കിൽ, അതായത് ഇങ്ങനെ വലിവ് വന്ന് നമുക്ക് കോച്ചുന്നത് പോലെ വന്നെങ്കിൽ, ഇടത് കാലിന്റെ ഹീൽ ഉപയോഗിച്ച് ശക്തമായി ചവിട്ടി തിരുമുക മുന്നോട്ട്. കണ്ടോ, ഇങ്ങനെ ചവിട്ടി തിരുമുക. അപ്പൊ നിന്നുകൊണ്ടാണ് അങ്ങനെ ഇരുന്നാണ് ഇത് ചെയ്യേണ്ടത്, ഇരുന്ന് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ മസിലുകളെ, ഈ പേശികളെ, ഈ കാലിന്റെ വിരലുകളുടെ പേശികൾ നേരെയാകുന്നു. 2 കാല്, ഇപ്പൊ ഈ കാലിനാണ് വന്നെങ്കിൽ വലത് കാല് കൊണ്ട് ഇടത് കാലിനെ ചെയ്യുക. ഇടത് കാലം 2 കാലിലും വന്നാലാണ് നമ്മളുടെ 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ വിരലുകളെ അമർത്തി മുന്നിലേക്ക് അമർത്തി ഇങ്ങനെ കുനിച്ചു വരുത്തുക. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശരിക്ക് ഇങ്ങനെ വെക്കുക. പിടിച്ച് നേരെ മുന്നോട്ട് മുകളിലേക്ക് മലർത്തി ഇങ്ങനെ വിരലുകളെ കൊണ്ടുവരിക. അതുപോലെ വിരലുകളെ ഇങ്ങനെ താഴോട്ട് താത്തുക. അതിനുശേഷം കാലിന്റെ ടോ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഇരുന്നതിന് ശേഷം തന്നെ ഇങ്ങനെ 2 കാലിന്റെയും ടോ റൊട്ടേഷൻ ആക്കി ചെയ്യുക. അത് റൗണ്ട് പോലെ ഇങ്ങനെ കാലിന്റെ ടോയെ കറക്കുക. കണ്ട. അതിനുശേഷം റിലാക്സേഷൻ കൂടെ. വീണ്ടും നമ്മളെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ കാലുകളെ അമർത്തി ചവിട്ടുക. ഇങ്ങനെ കാലുകളെ അമർത്തി ചവിട്ടി അവിടെ തന്നെ നിൽക്കുക കുറച്ച് സമയം. അതിനുശേഷം മെല്ലെ കാലിന്റെ ടോയിൽ പൊങ്ങുക. കണ്ടോ, കാലിന്റെ ടോയിൽ മെല്ലെ ഇങ്ങനെ പൊങ്ങുക. അതായത് ഹീല് പൊക്കിക്കൊണ്ട് ടോയ് അവിടെ തന്നെ ചവിട്ടി മുറുക്കി പിടിച്ചുകൊണ്ട് ഹീൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക 2 കാലും. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ മെല്ലെ ഒന്ന് നടന്നു നോക്കുക. ഇത് ഒരു 5-6 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കാലിന്റെ ആ കോച്ചിപ്പിടുത്തം അല്ലെങ്കിൽ ആ വിരലുകൾക്കുണ്ടായ വലിവ് നിശേഷം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇതാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പാറുക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവിധ സ്നേഹ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും എൻ്റെ ഈ മീഡിയയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത നമ്മളുടെ കാലിന്റെയോ കൈയുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളുടെ ഓരോ എക്സസൈസുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി പാറുക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.